തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ ഭിന്നതയും തർക്കവും രൂക്ഷം. സീറ്റ് വിഭജന തർക്കവും തമ്മിൽ തല്ലും തുടരുന്നു. ഘടകകക്ഷികൾക്കിടയിലുള്ള സീറ്റ് വിഭജന തർക്കം പോലും UDF-ൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. തെക്കൻ കേരളത്തിലെ ചില സീറ്റുകളിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി വടംവലി തുടരുകയാണ്. ജയസാധ്യതയുടെ പേരും പറഞ്ഞ് ജോസഫ് വിഭാഗത്തിന്റെ ചില സീറ്റുകൾ കോൺഗ്രസ് നോട്ടമിടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവടക്കം പുതുയുഗയാത്രയുടെ തിരക്കിലായതിനാലാണ് കോൺഗ്രസിലെ സീറ്റ് ചർച്ചകൾ വൈകുന്നതെന്നാണ് UDF പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാത്തതിനാൽ ഇത് പ്രശ്നമല്ലെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. ചില സീറ്റുകളിൽ വെച്ചുമാറ്റ ചർച്ചകളും ഒന്നുമായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഘടകകക്ഷികൾക്കിടയിലുള്ള സീറ്റ് വിഭജന തർക്കം പോലും UDF-ൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. തെക്കൻ കേരളത്തിലെ ചില സീറ്റുകളിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി വടംവലി തുടരുകയാണ്. ജയസാധ്യതയുടെ പേര് പറഞ്ഞ ജോസഫ് വിഭാഗത്തിന്റെ ചില സീറ്റുകൾ കോൺഗ്രസ് നോട്ടമിടുന്നുണ്ട്. വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസ് തയ്യാറായിട്ടുമില്ല. ഏതെങ്കിലും സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ പകരം സീറ്റ് വേണമെന്ന ആവശ്യവും PJ ജോസഫ് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിജയസാധ്യതയെന്ന കോൺഗ്രസിന്റെ അതേ തന്ത്രമാണ് ജോസഫ് വിഭാഗവും തിരിച്ചുപയറ്റുന്നത്. ഏതെങ്കിലും മണ്ഡലം വിട്ടുകൊടുക്കേണ്ടി വന്നാൽ പകരം പൂഞ്ഞാർ നൽകണമെന്നാണ് ജോസഫിന്റെ ആവശ്യം. പൂഞ്ഞാറിൽ കോൺഗ്രസിനേക്കാൾ ജയസാധ്യത തങ്ങൾക്കാണെന്ന അവകാശവാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടി വർക്കിംഗ് ചെയർമാനുമായ PC തോമസിനെ മത്സരിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ നീക്കം. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ നടന്ന നിർണായകമായ സീറ്റ് വിഭജന ചർച്ചകൾ തീരുമാനമാകാതെ അലസിപ്പിരിഞ്ഞിട്ടുമുണ്ട്. ഇടുക്കി, ഏറ്റുമാനൂർ, കുട്ടനാട് എന്നീ 3 പ്രധാന സീറ്റുകൾ തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം കേരള കോൺഗ്രസ് ശക്തമായി തള്ളിയതോടെയാണ് ധാരണയിലെത്താതെ ചർച്ചകൾ വഴിമുട്ടിയത്. തിരുവനന്തപുരത്ത് UDF-ന്റെ പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം 2 തവണ കേരള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും തീരുമാനമായിട്ടില്ല. ജനം, തിരുവനന്തപുരം.